നിവൃത്തികേട് കൊണ്ടാണ്, ഗതികേട് കൊണ്ടാണ് പലരും നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്നത്. ആ കൈകളെ നമ്മൾ തട്ടിക്കളയരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉസ്താദാണ്, മകളുടെ വിവാഹമാണ്. വീടില്ലാത്തതിന്റെ പേരിൽ, മുറികളില്ലാത്തതിന്റെ പേരിൽ ആ വിവാഹം വൈകിപ്പോകുന്നു. നമ്മുടെ കൺമുമ്പിൽ അങ്ങനെ ഒരവസ്ഥ ആർക്കും ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട ഉസ്താദ്, അദ്ദേഹത്തിന്റെ വീട് ചെറിയൊരു വീടാണ്. ഒരു റൂം കൂടി ഉണ്ടെങ്കിലേ മകളുടെ വിവാഹം നടക്കുകയുള്ളൂ. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാന്തപുരം ഉസ്താദിനോടുള്ള വെറുപ്പ് കൊണ്ട്, പേരോട് ഉസ്താദിനോടുള്ള വെറുപ്പ് കൊണ്ട്, സംഘടനാ വിദ്വേഷം കൊണ്ട് കാന്തപുരം ഉസ്താദിന്റെയും പേരോട് ഉസ്താദിന്റെയും ആത്മാവ് കഥകയിപ്പിക്കാൻ വേണ്ടി വന്ന നൗഷാദ് കുരുവട്ടൂരിയുടെ ആത്മാവ് കഥ കഴിയാൻ വേണ്ടി പോവുകയാണ്. ഉസ്താദുമാരുടെയും CM വലിയുള്ളാഹിയുടെയും കുരുത്തക്കേട് വാങ്ങിക്കൂട്ടിയ ഒരു വ്യക്തിയാണ് നൗഷാദ് കുരുവട്ടൂരി. CM വലിയുള്ളാഹിയുടെ പേരിലും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവരുടെ പേരിലും പച്ച നുണകൾ തട്ടിവിട്ടതിന് കാലം കൊടുക്കുന്ന തിരിച്ചടിയാണ് ഇപ്പോൾ നൗഷാദിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നൗഷാദ് കുരുവട്ടൂരി കാന്തപുരം ഉസ്താദിന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ എത്രത്തോളം അപമാനിക്കാൻ കഴിയുമോ അത്രത്തോളം അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കാന്തപുരം ഉസ്താദ് റബ്ബർ പന്ത് പോലെയാണെന്ന് കാലം തെളിയിച്ചത് നൗഷാദിന് അറിയില്ല. നൗഷാദിന്റെ മുമ്പ് നൗഷാദിനേക്കാളും തലതൊട്ടപ്പന്മാര് വന്നിരുന്നു കാന്തപുരം ഉസ്താദിനെ ചൊറിയാൻ. പക്ഷേ റബ്ബർ പന്ത് പോലെ അങ്ങോട്ടെറിയുന്നതിനനുസരിച്ച് അതിലേറെ ശക്തിയോടെ തിരിച്ചിങ്ങോട്ട് തന്നെ കാന്തപുരം ഉസ്താദ് വരുന്നതാണ് ലോകം കണ്ടത്. അതോടുകൂടി എതിർത്തവർ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അവരുടെ എതിർപ്പ് മാറ്റിവെക്കുകയോ ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. പ്രത്യക്ഷത്തിലെങ്കിലും കാന്തപുരം ഉസ്താദിനെ പരിഗണിക്കേണ്ട ഗതികേട് അവർക്കുണ്ടായി. അതറിയാത്തത് കൊണ്ടാണ് കുരുവട്ടൂരി നൗഷാദ് കാന്തപുരം ഉസ്താദിന്റെ മെക്കെട്ട് കയറിയത്. അതോടുകൂടി ആരുടെ ആത്മാവാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. വഹാബികളോട് അച്ചാരം വാങ്ങി വഹാബികൾക്ക് വേണ്ടി കുഴലൂതുമ്പോൾ നൗഷാദ് ഓർക്കണമായിരുന്നു, സുന്നി പ്രസ്ഥാനം തീയിൽ കൊരുത്തതാണ്, വെയിലത്ത് പാടില്ല എന്ന്. നൗഷാദ് എന്നല്ല, നൗഷാദ് കൂട്ടുപിടിക്കുന്ന സാക്ഷാൽ ഇബ്ലീസിന്റെ അനുയായികളായ വഹാബികൾ ഒന്നടങ്കം വന്നാലും കാന്തപുരം ഉസ്താദിന്റെ ഒരു രോമത്തിൽ തൊടാൻ കഴിയില്ല. കാന്തപുരം ഉസ്താദിനെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ ഞാൻ CM വലിയുള്ളാഹിയുടെ ആളാണ്, കാന്തപുരം ഉസ്താദും അനുയായികളും CM വലിയുള്ളാഹിയെ അപമാനിക്കുന്നു, CM വലിയുള്ളാഹിയെ പരിഗണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവർക്കെതിരായത് എന്ന വ്യാജേന CM വലിയുള്ളാഹി പ്രേമിയായി മാറുകയാണ്. പക്ഷേ കാന്തപുരം ഉസ്താദിന്റെയും അനുയായികളുടെയും പേരിൽ കളവ് പറഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ CM വലിയുള്ളാഹിയെ തന്നെ അപമാനിക്കുകയാണ് നൗഷാദ് കുരുവട്ടൂരി ചെയ്തിട്ടുള്ളത്. വിശ്വാസപൂർവം എന്നതിന്റെ 355 പേജ് വായിച്ചേ. അപ്പൊ 355 എന്ന് കേൾക്കുമ്പോ തന്നെ ചിലരൊക്കെ നെട്ടി ഉണരാണ്. എന്താ പ്രശ്നം? ഭയങ്കര ഞെട്ടല. ആരാണ് ഞെട്ടിയതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞു, മടവൂര് ശൈഖുന പറഞ്ഞ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് വാക്കുകൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ നോക്കണം. EK ഉസ്താദിന്റെ വലിയ മഹത്വം പറഞ്ഞിട്ടുണ്ട്. EK ഉസ്താദിന്റെ ത്വരീഖ് നല്ലത്, EKയെ കുറിച്ച് അവിടെ നിന്ന് മോശമായി പറയുന്നുണ്ട് എന്നൊരാൾ CM വലിയുള്ളാഹിയോട് ചോദിച്ചപ്പോ അവരുടെ വഴി നല്ലതാണ്, ത്വരീഖ് നല്ലതാണ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. CM വലിയുള്ളാഹി EK ഉസ്താദിനെ സംബന്ധിച്ച് മഹത്വം പറഞ്ഞിട്ടുണ്ട്. CM വലിയുള്ളാഹിയുടെ മാർഗത്തിലൂടെയാണ് കാന്തപുരം ഉസ്താദ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ CM വലിയുള്ളാഹി പറഞ്ഞ മദ്ഹ് എടുത്തുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം പർവ്വതീകരിച്ചുകൊണ്ട് ഒരു വിഷയമാക്കി മാറ്റിയത് എന്തിനാണ്? അത് മറ്റൊന്നിനുമല്ല. എല്ലാവർക്കും അറിയാം, നൗഷാദ് കുരുവട്ടൂരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ച നുണയാണ്. പലതും കട്ടുവെച്ചുകൊണ്ടാണ് നൗഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലതും ഞാൻ ഇപ്പോൾ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്ല് വെച്ച നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ പറയില്ല, ഇപ്പോൾ കാണിക്കില്ല എന്ന് പറഞ്ഞ ഒരു സംഗതിയും ഒരിക്കലെങ്കിലും കാണിച്ചതായി ജനങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നൗഷാദ് കുരുവട്ടൂരിക്കും അവന്റെ സംസാരത്തിനും മാർക്കറ്റ് ഇല്ലാതെ പോയി. നൗഷാദിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് പഴമക്കാര് പറഞ്ഞ പഴഞ്ചൊല്ല് ജനങ്ങൾ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ കൗതുകത്തിന് വേണ്ടി നോക്കി നിന്നവർ സ്ഥിരം പറയുന്ന കളവുകൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ സദസ്സിൽ ആളില്ലാതെ പോയി. ഇനി 4 ആളെ എവിടുന്നെങ്കിലും കിട്ടണം. അതിന് EK ഉസ്താദിനൊന്ന് പുകഴ്ത്തി പറഞ്ഞാൽ SKSSFകാരുടെ ഒരു സപ്പോർട്ട് കിട്ടും, അങ്ങനെ അവര് വന്നിരിക്കും എന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ പുതിയ അടവ് പയറ്റിയിരിക്കുന്നത്. അതും ചീറ്റിപ്പോയി. 4 SKSSFകാരെ കസേരയിലിരിക്കാൻ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് EK ഉസ്താദിനെ പുകഴ്ത്തുന്ന സമയത്തും പിന്നിൽ നിന്ന് EK ഉസ്താദിന് ഒരു കുത്തു കൊടുക്കുകയാണ്. ആ കുത്ത് നമുക്കൊന്ന് കാണാം. മഹത്വം പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടാവും. EK ഉസ്താദിനെ പറ്റി മാത്രമൊന്നല്ല മഹത്വം പറഞ്ഞത്. എന്തിനാ അത് മാത്രം ഇങ്ങനെ എടുത്തു പറയുന്നത്? എത്ര ആളുകളെ കുറിച്ച് മഹത്വം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു EK ഉസ്താദിനെ കുറിച്ച് മഹത്വം പറഞ്ഞതായി എടുത്തു കാട്ടാൻ എന്തിരിക്കുന്നു എന്നാണ് നൗഷാദ് കുരുവട്ടൂരിയുടെ ഭാവം. ആ കൂട്ടത്തിൽ ഞാൻ വായിച്ചു കൊടുത്തിരുന്നു മടവൂർ ശൈഖുനാന്റെ ഒരു വാക്ക്. എന്താ വാക്ക്? AP ഉസ്താദും EK ഉസ്താദും കൂടി ശൈഖുനയെ കാണാൻ പോയ സംഭവം. AP ഉസ്താദും EK ഉസ്താദും കൂടി CM-നെ കാണാൻ പോയി. എന്നിട്ട് എന്താ ഉണ്ടായേ? അതാ തളിപ്പറമ്പ് കൂവത്തിലെ EKയുടെ ശിഷ്യൻ കൂടിയാണ് ശൈഖുന CM. എല്ലാം കേട്ട ശേഷം സ്വതസിദ്ധമായ ശൈലിയിൽ അവിടുന്ന് പറഞ്ഞു, സമസ്ത പിളരില്ല, ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട്, അതോടെ പ്രശ്നം തീരും. EK ഉസ്താദും AP ഉസ്താദും CM-നെ കാണാൻ പോയത് എന്തിനാ? 1979 സമസ്തയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അത് പറയാനും അതിനൊരു പരിഹാരം കാണാനും വേണ്ടിയിട്ടാണ്. അപ്പൊ CM എന്ത് പറഞ്ഞു? സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, സമസ്ത പിളരില്ല, അതിൽ നിന്ന് കുറച്ചാളുകൾ പോവാനുണ്ട്, പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരും. ഇനി ബാക്കി പറയട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കാലം എന്ന് പറഞ്ഞാൽ ഏതാ കാലം? അപ്പൊ EK ഉസ്താദ് സമസ്തയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ AP ഉസ്താദും EK ഉസ്താദും കൂടി പോവാണ്. അപ്പൊ തന്നെ മനസ്സിലായി AP ഉസ്താദും EK ഉസ്താദും 2 ധ്രുവങ്ങളിലായി നിൽക്കുമ്പോഴുള്ള പോക്കല്ല. അവന് പറയേണ്ടിയില്ലല്ലോ, AP ഉസ്താദും EK ഉസ്താദും കൂടിയല്ലേ പോവുക. നീ പ്രത്യേകം പറയണ്ട നൗഷാദേ, നിന്നെ പോലെ ബുദ്ധി കുരുവട്ടൂരി പണയം വെച്ചവരല്ലേ ഞങ്ങള്, ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടല്ലോ. പോയി കൊണ്ട് ചോദിക്കുകയാണെന്ത്, ഈ പ്രശ്നത്തിൽ എന്താ പരിഹാരം? അപ്പൊ ശൈഖുന പറഞ്ഞതാ, സമസ്ത പിളരില്ല, ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട്, അതോടെ പ്രശ്നം തീരും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ആരോടാ പറഞ്ഞ്? AP ഉസ്താദിനോട്, EK ഉസ്താദിനോട്. അന്ന് സമസ്തന്റെ ജനറൽ സെക്രട്ടറി ആരാ? EK ഉസ്താദ്. അത് ഉറപ്പന്നല്ലേ? അപ്പൊ EK ഉസ്താദ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ ശൈഖുന പറയാണ്, സമസ്ത പിളരില്ല, കുറച്ച് ആളുകൾ പോകാനുണ്ട്, അതോടെ പ്രശ്നങ്ങൾ തീരും. അപ്പോ ഏതാണ് സമസ്ത? നിങ്ങൾ വിശദീകരിച്ചു തരണം. അപ്പൊ മറുപടി എന്താ അറിയോ? അത് കട്ടുവച്ചതാണ്. 1980-കളിലാണ് 89-ലാണ് സമസ്തയിൽ AP-EK പ്രശ്നം വരുന്നത്. ഇത് 79-ൽ പറഞ്ഞതാണ്. 79-ൽ പറഞ്ഞ കലാം 89-ന് ബാധകല്ല. നിങ്ങളോട് ആരാ പറഞ്ഞത്? അതാരാ പറഞ്ഞത്? നൗഷാദിനെ അറിയണല്ലേ? നൗഷാദിന്റെ മുമ്പിൽ ഇരിക്കാൻ വേണ്ടി 4 ആളെ കിട്ടണമെന്ന് ആഗ്രഹിച്ചൊരു സംഘടന ഉണ്ടല്ലോ, ആ സംഘടനക്കാര് പറഞ്ഞതാ. അവര് പറയട്ടെ. കേരളത്തിൽ 1989-ൽ നിരവധി പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളുടെ പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പുതിയ തലമുറ പഠിക്കേണ്ടതുണ്ട്. അവർ മനസ്സിലാക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിങ്ങളെ പിടിച്ചു പുറത്താക്കുന്ന സമയവും നിങ്ങൾക്കെതിരെ തീരുമാനമെടുക്കുന്ന സമയവും. കേട്ടില്ലേ? ബാധകല്ലാന്ന് ആരാ പറഞ്ഞു? നൗഷാദ് ആരെയാണോ സുഖിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ വിഷയം എടുത്തിട്ടത് അവർ തന്നെയാണ് പറയുന്നത്. 89-ൽ താജുൽ ഉലമയും AP ഉസ്താദും ഇറങ്ങിപ്പോയതല്ല, അവരെ പുറത്താക്കിയതാണ്. ഇനി നിങ്ങൾ തമ്മിൽ തീരുമാനിക്കുക, നൗഷാദാണോ ശരി, SKSSFകാരാണോ ശരി? തീരുമാനിച്ചോളൂ. പോരാ, ഒന്നുകൂടി കേൾപ്പിക്കാം. ഈ പുസ്തകം 1990 പ്രസിദ്ധീകരിച്ചതാണ്. കാന്തപുരം വിഭാഗത്തെ പുറത്താക്കിയ തൊട്ടു പിറ്റത്തെ വർഷം 1990
1989 പുറത്താക്കിയ പിറ്റത്തെ വർഷം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അമ്പലക്കടവ് ഒരു പുസ്തകം കാണിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ 1989 പുറത്താക്കി എന്നാണ് അമ്പലക്കടവും പറയുന്നത്, SKSSFകാരും പറയുന്നത്. 1979 CM വലിയുള്ളാഹി പറഞ്ഞത് എന്താണ്? ചിലര് പോവാനുണ്ട്, അപ്പോൾ സമസ്തയിലെ പ്രശ്നം തീരും എന്നാണ് CM വലിയുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. ഇവര് പറയുന്നു CM വലിയുള്ളാഹി പറഞ്ഞതുപോലെയല്ല നടന്നത്, ഞങ്ങൾ പുറത്താക്കിയതാണ്. അപ്പോൾ എനിക്ക് നൗഷാദിനോട് ചോദിക്കാനുള്ളത്, ഈ SKSSFകാര് പറഞ്ഞതും അമ്പലക്കടവ് പറഞ്ഞതും പച്ച നുണയാണ്. CM വലിയുള്ളാഹിയെ അനാദരിക്കുന്നവരാണ് SKSSFകാർ, അനാദരിക്കുന്നവരാണ് അമ്പലക്കടവ് ഫൈസി, അനാദരിക്കുന്ന സംഘടനയാണ് EK സമസ്ത എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്താൻ കുരുവട്ടൂരി നൗഷാദിന് ധൈര്യമുണ്ടോ? CM വലിയുള്ളാഹിയെ അംഗീകരിക്കാത്തത് കൊണ്ട്, മോശപ്പെടുത്തുന്നവരായതുകൊണ്ടാണ് AP ഉസ്താദിനും അനുയായികൾക്കുമെതിരെ ഞാൻ ഉറഞ്ഞു തുള്ളുന്നത് എന്നല്ലേ നൗഷാദ് പറയുന്നത്? എങ്കിൽ ഇവർക്കെതിരെ ഒരു മറുപടി കൊടുക്കാൻ നൗഷാദ് കുരുവട്ടൂരി തയ്യാറാകുമോ? അതല്ലെങ്കിൽ കുരുവട്ടൂരി നൗഷാദ് പറയണം, 1989 CM വലിയുള്ളാഹി പറഞ്ഞതുപോലെയല്ല നടന്നത്, CM വലിയുള്ളാഹിക്ക് തെറ്റുപറ്റി എന്നാണോ നൗഷാദ് പറയുന്നത്? അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെ ചോദിക്കാൻ കാരണം ഈ രണ്ട് പ്രഭാഷണങ്ങളും തെറ്റാണെന്നാണ് ഉള്ളാൾ തങ്ങൾ പറയുന്നത്. ഉള്ളാൾ തങ്ങൾ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. ആര് പുറത്താക്കിയിടാൻ നമ്മൾ ഇറങ്ങിപ്പോന്നാടാ. സുല്ലത്തെ മാനത്തിന് എതിരെ ആരെന്ന് കണ്ടാലും ഭൂരിപക്ഷം എന്ന് പറഞ്ഞ ഭൂരിപക്ഷം ഇസ്ലാമിലില്ലടാ. താജുൽ ഉലമ പറയുന്നത് എന്താണ്? നിങ്ങൾ ഞങ്ങളെ പുറത്താക്കിയതല്ല, ഞങ്ങൾ ഇറങ്ങിപ്പോന്നതാണ്. ഇനി നൗഷാദ് കുരുവട്ടൂര് പറയണം, താജുൽ ഉലമ പറഞ്ഞതാണോ സത്യം, അതല്ല SKSSFകാര് പറഞ്ഞതാണോ സത്യം, അമ്പലക്കടവ് പറഞ്ഞതാണോ സത്യം, ഏതാണ് സത്യമെന്ന് നൗഷാദ് കുരുവട്ടൂരി പറയണം. അത് നൗഷാദ് കുരുവട്ടൂരി പറയണമെന്ന് പറയാനുണ്ടായ കാരണം എന്താണെന്ന് നൗഷാദിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടു നോക്കാം. അപ്പൊ EK ഉസ്താദ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ ശൈഖുന് പറയാണ്, സമസ്ത പിളരില്ല, കുറച്ച് ആളുകൾ പോകാനുണ്ട്, അതോടെ പ്രശ്നങ്ങൾ തീരും. അപ്പോ ഏതാണ് സമസ്ത? നിങ്ങൾ വിശദീകരിച്ചു തരണം. ആരാ പിന്നെ പോയത് എന്നും പറഞ്ഞു തരണം. ഇതാണ് ഞാൻ നൗഷാദിനോട് ചോദിക്കാനുണ്ടായ കാരണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 1979 സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആരുമായിട്ട്? AP ഉസ്താദും EK ഉസ്താദും തമ്മിലാണോ? അല്ല എന്ന് കുരുവട്ടൂരി നൗഷാദ് തന്നെ പറയുന്നുണ്ട്. AP ഉസ്താദും EK ഉസ്താദും രണ്ട് ധ്രുവങ്ങളിലല്ല സഞ്ചരിക്കുന്നത്, ഒരേ ധ്രുവങ്ങളിലാണ് സഞ്ചരിക്കുന്നത് എന്നും കുരുവട്ടൂരി നൗഷാദ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് പോവില്ലല്ലോ. അപ്പോഴാണ് CM വലിയുള്ളാഹി പറയുന്നത്, സമസ്ത പിളരില്ല, അതിൽ നിന്ന് കുറച്ചു പേര് പോവാനുണ്ട്, അപ്പോൾ സമസ്തയിലെ പ്രശ്നങ്ങൾ തീരും. 1979 ഉണ്ടായ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ച AP ഉസ്താദും EK ഉസ്താദും, അതിൽ AP ഉസ്താദ് 89 ഇറങ്ങിപ്പോയാൽ എങ്ങനെയാണ് 1979 ഉണ്ടായ പ്രശ്നം പരിഹരിക്കുക? 1979 പ്രശ്നമുണ്ടാക്കിയവർ പോയാലല്ലേ സമസ്ത പിളരാതെ ആ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. അന്നുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ ആ പ്രശ്നത്തിൽ കാരണക്കാരല്ലാത്ത ആളുകൾ അവിടുന്ന് 10 വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോയാൽ 1979 പ്രശ്നം പരിഹരിക്കുമോ? എവിടെയാ കുരുവട്ടൂരി നൗഷാദെ നിന്റെ തല പണയം വെച്ചിട്ടുള്ളത്? നൗഷാദ് കുരുവട്ടൂരി, ഇപ്പോഴെങ്കിലും താങ്കളുടെ തല ഒന്ന് ഉപ്പിലിട്ട് വെച്ചാൽ ഇപ്പം പണയം വെച്ചവരുടെ അടുത്തുള്ളതിനേക്കാൾ മെച്ചപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് CM വലിയുള്ളാഹിയെ അപമാനിക്കുകയാണ് നൗഷാദ് കുരുവട്ടൂരി ചെയ്തിട്ടുള്ളത്. ഇനിയും നൗഷാദ് കുരുവട്ടൂരി CM വലിയുള്ളാഹിയെ അപമാനിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം
ഏപ്പിലെ ബാക്കിയുള്ള ആരും കേട്ടിട്ടില്ല. പിന്നെ മൂപ്പര വാക്കാണ് എന്നെ ഇതിൽ ഓർപ്പിച്ചത്. നിങ്ങൾ ഹക്കമലാണ്, ഹക്കന്റെ മേൽ ഉറച്ചു നോക്കണം, അണങ്ങിപ്പോകാൻ പാടില്ല. അത് ധൈര്യമായിട്ടങ്ങ് പറഞ്ഞു. അങ്ങനെ നൗഷാദ് കുരുവട്ടൂരി ഉള്ളാൾ തങ്ങളുടെ ഈ സംസാരം ശരിക്കൊന്ന് കേൾക്കൽ നല്ലതാണ്. കാരണം എന്താ, നൗഷാദ് കുരുവട്ടൂരി പറഞ്ഞെന്താണ്, ഉള്ളാൾ തങ്ങളും AP ഉസ്താദും പ്രശ്നക്കാരാണെന്നാണ് 1979 CM വലിയുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 89 ഉള്ളാൾ തങ്ങളും ഇറങ്ങിപ്പോയാൽ സമസ്തയിലെ പ്രശ്നങ്ങൾ തീരുമെന്നാണ് CM വലിയുള്ളാഹി പറഞ്ഞിട്ടുള്ളത് എന്ന പച്ച നുണയല്ലേ നൗഷാദ് കുരുവട്ടൂരി തട്ടുവിട്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രശ്നക്കാരനായ ഉള്ളാൾ തങ്ങളോട് CM വലിയുള്ളാഹി പറയുമോ, നിങ്ങൾ ഹക്കിന്റെ മേലാണ്, അതിൽ തന്നെ ഉറച്ചു നിന്നോളണം, അനങ്ങിപ്പോവരുത് എന്നല്ലേ CM വലിയുള്ളാഹി താജുൽ ഉലമയോട് പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഏപ്പിനെ കണ്ടിട്ടല്ല, മറ്റുള്ളവരെ കണ്ടിട്ടല്ല, ഞാൻ ഇറങ്ങി വന്നതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയത്, AP ഉസ്താദിന്റെ കൂടെ ഉറച്ചു നിന്നത് എന്നല്ലേ താജുൽ ഉലമ പറഞ്ഞത്? അപ്പോൾ നൗഷാദ് കുരുവട്ടൂരി ചോദിക്കട്ടെ, ഒരു വേളയിൽ ഇവരൊക്കെ പ്രശ്നക്കാരാണെന്ന് CM വലിയുള്ളാഹി പറയുകയും അവരെ ഇറങ്ങി വന്നതിന് ശേഷം നിങ്ങളാണ് സത്യത്തിന്റെ ആളുകൾ എന്ന് CM വലിയുള്ളാഹി പറയുകയും ചെയ്തു എന്നാണോ നൗഷാദ് കുരുവട്ടൂരി പറയുന്നത്? ഞങ്ങൾക്കറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ 1979 പ്രശ്നക്കാരല്ലാത്തവരെ പ്രശ്നക്കാരായി CM വലിയുള്ളാഹി ചിത്രീകരിച്ചു എന്നാണോ നൗഷാദ് പറയുന്നത്? അതല്ല, 1989 സത്യത്തിനെതിരെ CM വലിയുള്ളാഹി പറഞ്ഞു എന്നാണോ നൗഷാദ് പറയുന്നത്? അറിയാൻ താല്പര്യമുണ്ട് നൗഷാദെ, ഞങ്ങൾക്ക് ചോദിക്കാൻ അധികാരമുണ്ട്. കാരണം CM വലിയുള്ളാഹിയെ അപമാനിക്കാൻ, കാന്തപുരം ഉസ്താദിനെ അപമാനിക്കാൻ, താജുൽ ഉലമയെ അപമാനിക്കാൻ ഒരു നൗഷാദ് കുരുവട്ടൂരിയെയും ഞങ്ങളുടെ ജീവനുള്ള കാലത്തോളം അനുവദിക്കുകയില്ല. തീർന്നില്ല, ഇനി നൗഷാദ് തന്നെ പറയട്ടെ. ഞാൻ പറയുന്നത് CM വലിയുള്ളാഹിയെയും കാന്തപുരം ഉസ്താദിനെയും അടുത്തറിഞ്ഞ പണ്ഡിതന്മാരിൽ സാദാത്യങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട വൈലത്തൂര് യൂസുഫ് തങ്ങൾ. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അവരൊക്കെ നേരെ കണ്ട് അനുഭവിച്ചതാ. അന്ന് നൗഷാദ് കുരുവട്ടൂരി കാര്യമായിട്ട് എന്തോ പറയാൻ പോകുന്നുണ്ട്. എല്ലാരും ശ്രദ്ധയോട് കൂടി കേൾക്ക്. കേൾക്കണേ, എല്ലാരും കേൾക്കണം. നൗഷാദ പരമോനെ, അന്നാണ് യൂസുഫ് തങ്ങളോട്, വൈലത്തൂര് തങ്ങളോട് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി പറഞ്ഞത്, നിനക്ക് സ്വർഗത്തിൽ കടക്കണമെന്നുണ്ടോ ഈ മനുഷ്യന്റെ കൂടെ നിന്നോ? കാന്തപുരം ഉസ്താദിനെ ചൂണ്ടിക്കാണിച്ച് CM വലിയുള്ളാഹി പറഞ്ഞ വാക്കുകളാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞിട്ടില്ല, ഞാൻ പറയുന്നത് കഴിഞ്ഞ നൗഷാദെ, നീ ഇനി ഒന്നും പറയാനില്ല. കാന്തപുരം ഉസ്താദിന്റെ ആത്മാവ് കഥ കഴിക്കാൻ വേണ്ടി നടന്ന നിന്റെ ആത്മാവ് ഇവിടെ കഥ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾ പറയട്ടെ, അത് കേട്ട് നീ മറുപടി നൽകണം. എന്താണ് CM വലിയുള്ളാഹി വൈലത്തൂർ തങ്ങളോട് പറഞ്ഞത്? കാന്തപുരം ഉസ്താദിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മനുഷ്യന്റെ കൂടെ കൂടിയാൽ, ഈ മനുഷ്യനെ മുറുകെ പിടിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലെത്തുമെന്ന് ആരാ പറഞ്ഞത്? CM വലിയുള്ളാഹി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആരാ പറഞ്ഞത്? കുരുവട്ടൂരി നൗഷാദ്. എപ്പോഴാ പറഞ്ഞത്? ബുദ്ധിയുള്ള സമയത്ത്. ഇപ്പൊ ബുദ്ധി ഇല്ലാതെ പോയി. കാരണം എന്താ? കാന്തപുരസ്ഥാനോടുള്ള വെറുപ്പ്, കുരുത്തക്കേട്, CM വലിയുള്ളാഹിയെ അപമാനിച്ച കാരണത്താൽ, CM വലിയുള്ളാഹിയുടെ ഗുരുത്തക്കേട്, സുലൈമാൻ ഉസ്താദിനെ അപമാനിച്ച കാരണത്താൽ സുലൈമാൻ ഉസ്താദിന്റെ ഗുരുത്തക്കേട്. ഈ ചങ്ങാതി ഇപ്പൊ എന്താ പറഞ്ഞത്? CM വലിയുള്ളാഹി വൈലത്തൂർ തങ്ങളോട് പറഞ്ഞു അത്രേ. എന്ത്? 1979 ശൈഖുന കാന്തപുരം ഉസ്താദ് പ്രശ്നക്കാരനാണ് എന്ന് CM വലിയുള്ളാഹി മുദ്ര കുത്തിയ, അവർ പോയാലേ സമസ്തയിലെ പ്രശ്നം അവസാനിക്കുകയുള്ളൂ എന്ന് പ്രവചിച്ച കാന്തപുരം ഉസ്താദിന്റെ പിന്നാലെ പോയാൽ സ്വർഗത്തിലെത്തൂന്ന്
വയലത്തൂർ തങ്ങളോട് CM വലിയുള്ളാഹി പറഞ്ഞു പോലും. അപ്പൊ വയലത്തൂർ തങ്ങളോട് പറയാ, കാന്തപുര ഉസ്താദിന്റെ പിന്നാലെ പോയിക്കോ, എന്നാൽ സ്വർഗത്തിലെത്തും. EK ഉസ്താദിന്റെയും AP ഉസ്താദിന്റെയും മുമ്പിൽ വെച്ചുകൊണ്ട് പറയാ, ആ കൂടെ വന്ന ആളുണ്ടല്ലോ, അയാൾ പ്രശ്നക്കാരനാ, ആ പ്രശ്നക്കാരൻ 1989 അങ്ങ് പോകും. അപ്പോ എന്താകും? സമസ്ത നന്നാകും, സമസ്തയിലെ പ്രശ്നങ്ങൾ തീരും. യഥാർത്ഥത്തിൽ ഈ നൗഷാദ് കുരുവട്ടൂര് ചെയ്തത് CM വലിയുള്ളാഹിയെ അപമാനിക്കലല്ലേ? വഹാബികളോട് അച്ചാരം വാങ്ങി വഹാബികൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുത്തതുപോലെ വഹാബിസത്തിന് വേണ്ടി പണിയെടുക്കുന്ന കുരുവട്ടൂര് നൗഷാദിനെ പേറിയാൽ പേറിയവർ നാറും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.